നമ്മൾ തങ്കമണി സിനിമ കാണാൻ വേണ്ടി വന്നേക്കാനാണ്. ഫസ്റ്റ് ഷോ ആണ്. ലുലുവിലാണ് ടിക്കറ്റ് കിട്ടിയത്. വനിതയിൽ കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്ക്രീൻ 1 കേട്ടോ. സിനിമയുടെ വേറായി 10 മണിക്കാണ്. ഇതെന്തായാലും വിഷുവിന് കാണണം. അതേപോലെ തന്നെ ആവേശം. അടുത്താഴ്ച ഇതും കാണണം, ഇതും കാണണം. പിന്നെ ഓൾറെഡി 2 തവണ കണ്ടു. എൻ്റെ അടുത്താഴ്ച ഇത് പോയി ഐമാക്സിൽ കാണണം. ഇതാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന കാർഡ് ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കാൻ. സ്ക്രീൻ മണിലുണ്ട്, പക്ഷേ ആളൊക്കെ തുടങ്ങിയിട്ടില്ല. ക്ലീനിങ് നടക്കുകയാണ്. എനിക്ക് മാധവനെയും ജ്യോതികനെയും ഭയങ്കര ഇഷ്ടമുണ്ട്. ഈ സിനിമ കാണണമെന്നുണ്ട്, പക്ഷേ അധികം തിയേറ്ററിൽ ഇല്ല പടം. മൈ ഗോഡ്, ആയ കുറച്ച് ഷോയേ ഉള്ളൂ ആ പടത്തിൽ. ഇന്നോ നാളെ കാണാൻ ശ്രമിക്കാം. ഈ ഷോയിന് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇതിന് കയറാം. ഇതിലൊന്നും പടമേ ഇല്ല. അപ്പം സിനിമയൊക്കെ കണ്ട് വീട്ടിലെത്തി. ഇന്ന് PVRൽ തന്ന വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇന്ന് ബാത്റൂമൊക്കെ വളരെ നീറ്റായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാം. പിന്നെ അതുപോലെ സീറ്റ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സീറ്റ്സൊക്കെ ഫിൽഡായിരുന്നു. പിന്നെ ഇന്ന് മേജർ രവി സാർ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ എന്നാലും എൻ്റെ അളിയാലുള്ള മച്ചാനൊക്കെ സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ഞാനും ഗോപനും കൂടി അടിയിൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. 2 ഷവർമ മേടിച്ചു. പിന്നെ നമ്മുടെ മറ്റേ സാധനത്തിൻ്റെ പേരെന്താ, സാലഡിനുള്ള കുറച്ച് സംഭവം. ഞാൻ ഇപ്പോൾ സാലഡൊക്കെയാണ് കഴിക്കണത് ഒരു വീട്ടിലുള്ളപ്പോൾ മാക്സിമം. അപ്പോൾ ലെറ്റൂസ് മേടിച്ചായിരുന്നു. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയാണ്, മറ്റേ ഇത് ഒലിവ്സ് മേടിച്ചു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാ. അതൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അയ്യോ, സിനിമയെ പറ്റി പറയാൻ പറഞ്ഞേ. സിനിമ ഗംഭീര അനുഭവമായിരുന്നു, ഒരു രക്ഷയില്ല. ബാന്ദ്രയൊന്നും ഒന്നുമല്ല, ഇതാണ് കിടിലം പടം, ഒരു രക്ഷയില്ല. പക്ക എൻ്റർടൈനർ പടം, തൊട്ട് അവസാനം വരെ ഗംഭീര പെർഫോമൻസസ്. പിന്നെ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. അത്രയും കിടിലായിട്ടാണ് ഈ ട്രൂ സ്റ്റോറി എടുത്തു വെച്ചിരിക്കുന്നത്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. പിന്നെ ഇതിലെ പെർഫോമൻസ് എല്ലാവരും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പൊതുവെ ഏതെങ്കിലും ഒരു സിനിമ വരുമ്പോഴേക്കും സിദ്ദിഖിക്കാണ് വേറെ ലെവലിൽ പെർഫോം ചെയ്യാറുള്ളത്. ഇത് സിദ്ദിഖിനെയൊക്കെ കാട്ടത്തി എട്ടിയാണ് ബാക്കിയുള്ളവർ അഭിനയിച്ചിരിക്കുന്നത്. അമ്മാരി കിടിലം പെർഫോമൻസ് ബാക്കിയുള്ളവരൊക്കെ. ഇതിനകത്ത് ഏറ്റവും ഏറ്റവും കിടിലം പെർഫോമൻസ് ഇതിലെ നടിയാണ്. നമ്മുടെ അബ്രിഡ് ഷൈൻ്റെ നമ്മുടെ പൂമരം സിനിമയിൽ ലൂടെ വന്ന ആളുടെ പേര് ഞാൻ മറന്നുപോയി. ആളുടെ ക്യാരക്ടറായിരുന്നു വേറെ ലെവല്, അന്യായ പെർഫോമൻസ്. പുള്ളിക്കാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അത്രയും പെശകായിരുന്നു പെർഫോമൻസ്. പിന്നെ അതുപോലെ തന്നെ ദിലീപേട്ടനൊക്കെ വേറെ ലെവലിലാണ് ദിലീപേട്ടൻ്റെ ക്യാരക്ടറൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ കാലഘട്ടമുണ്ട്, ആ കാലഘട്ടത്തിനോടൊക്കെ ഭയങ്കരമായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ കൊടുത്ത കാശിനേക്കാൾ കൂടുതൽ പണിയെടുത്തിട്ടുണ്ട്. അമ്മാരി പണി പുള്ളി എടുത്തിട്ടുണ്ട്. കാരണം അത്ര ഡെഡിക്കേഷനോടെയാണ് ഇതിനകത്ത് ഷോട്ടുകളൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ എന്ന് വെച്ചാൽ, അതായത് എനിക്കൊന്ന് ഈ ഡയറക്ടർ ആവശ്യപ്പെട്ടതിലൊക്കെ ഒരുപാട് കൂടുതൽ കോസ്റ്റ്യൂം ഡിസൈനർ എഫേർട്ട് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റി. അത്രയും രസമായിട്ടാണ് കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത്. ലുക്കൊന്നും പറയണ്ട. 80 കാലഘട്ടമാണ് കാണിക്കുന്നത്. 80 കാലഘട്ടം നല്ല കിടിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ചില സെറ്റൊക്കെ കണ്ടാണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എന്താ പറയുക, സെറ്റാണെന്നുള്ളത് മനസ്സിലാവത്തേ ഇല്ല. അത്രയും കിഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എനിക്കൊന്ന് ഇതേ സെറ്റ് തന്നെ ആണെന്ന് തോന്നുന്നത്, ഇതേ ലൊക്കേഷൻ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിനും ഉപയോഗിച്ചതെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വിനയൻ്റെ മറ്റേ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ നങ്ങേലിനെയൊക്കെ പറ്റിയുള്ള ആ സിനിമയിലും ഈ സെറ്റ് ഉണ്ടെന്ന് തോന്നണം. എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നി. എന്തായാലും അത് അടിപൊളിയായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല ആ സെറ്റാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേറെ ലെവലായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഡയലോഗ് ഡെലിവറി എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. കിടിലൻ ഡയലോഗ് ഡെലിവറി, കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ഡയലോഗ് ഡെലിവറിയാണ്. വില്ലൻ മനോജ് കെ ജെൻ്റെ അഭിനയം, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ മനോജ് കെ ജെൻ്റെ അഭിനയം എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായില്ല. പക്ഷേ എന്നാലും സൂപ്പർ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. മൊത്തത്തിൽ വെച്ചാൽ ഒരു കിടിലം വില്ലൻ, അതായത് അധികം ഒന്നും സംസാരിക്കില്ല. വഞ്ഞ സീനൊക്കെ വേറെ ലെവലിലാണ് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു വില്ലനായിരുന്നു. പിന്നെ അതുപോലെ ഇതൊരു ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് ഇവർക്ക് ഇതിൽ കൂടുതലൊന്നും കാണിക്കാനില്ല.
അത്രയും മനോഹരമായിട്ടാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരള സ്റ്റോറി എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇവിടെയുള്ള സംഭവങ്ങൾ എന്താണ് സിനിമയിലൂടെ കാണിച്ചത്, അതിക്ക് മേലെ അടിപൊളിയായിട്ടാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കങ്ങനെ തോന്നിയേട്ടാ. അത്രയും സൂപ്പറായിട്ടാണ് ഇതിനകത്ത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എടുത്തു വെച്ചിരിക്കുന്നത്. ഈ അടുത്തിറങ്ങിയ ഒരുപാട് മറ്റ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ലീഗ് അപ്പാർട്ടാണ്. വേറെ സീനിലാണ് ഇത് എടുത്ത് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്സ് എ പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് എന്താണ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട ആളെന്നുള്ളതായിരിക്കും ഞാനിത് എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയണത്. ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. എന്ത് കാരണവശാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ ചെന്ന് അനുഭവിച്ച് അറിയേണ്ട ഒരു പടമാണ്. അത് ഞാൻ പറയണത്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ ചെന്ന് അനുഭവിച്ചറിയണം. അങ്ങനത്തെ ഒരു സിനിമയാണ് ഇത്. അത്ര രസമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഇത് ഒരിക്കലും നിങ്ങൾ OTT ഒതുക്കി പോകരുത്. ഇത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം. എന്നാലേ നിങ്ങൾക്കിത് മാക്സിമം ഞാൻ എൻജോയ് ചെയ്ത പോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതിലേക്ക് ഒരുപാട്, അതായത് ഒരുപാട് നടന്മാരുണ്ട്. അവരൊക്കെ എന്ത് മനോഹരമായിട്ടാണെന്ന് പറയുമ്പോൾ റോൾസ് ഒക്കെ ചെയ്ത് പോയേക്കുന്നത്. ഇതിനകത്ത് തമിഴ് ഇൻഡസ്ട്രി നമ്മുടെ മയിൽവാഹനം ആ മച്ചാനുണ്ട്, യോഗ് ജാപ്പി എന്നാണ് പുള്ളിയുടെ പേര്. യോഗ് ജാപ്പി അല്ല, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത്. പുള്ളി നമ്മുടെ ലൂസിഫറിലേക്കുള്ള മയിൽവാഹനം. ഇതിനകത്ത് വേറിട്ട റോളാണ്. പോലീസുകാരനാണെങ്കിൽ വേറിട്ട റോള്. പിന്നെ എന്താണ് അതുപോലെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത പുള്ളിയുടെ ഒരു ഭാവാഭിനയമൊക്കെ ഇതിനകത്ത് കാണാം. അത്ര വെറൈറ്റിയാണ്. പിന്നെ നമ്മുടെ സുദേവ് നായറിൻ്റെ കിഡിലൻ റോളായിരുന്നു. പിന്നെ എല്ലാവരും ഒന്നിനൊന്ന്. പക്ഷെ ഇതിലെ നടിയുടെ അത്രയും ആരും വന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നടിയാണ് ഈ സിനിമേനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. ഏറ്റവും നല്ല തിയേറ്ററിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത മൊമെൻറ്റ്സ് ഈ നടിയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ ഒടിയനിലൊക്കെ മഞ്ജു വാര്യർ എത്രത്തോളം ആൾക്കാരെ രസിപ്പിച്ചു, അത്രത്തോളം ഈ സിനിമയുടെ എന്താണ് ഈ ക്യാരക്ടർ, ഈ നടി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ആൾക്കാരെ ഓഡിയൻസിനെ ശരിക്കും എന്താണ് എൻ്റർടൈൻ ചെയ്യിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് അത്രത്തോളം എൻ്റർടൈൻഡ് ആയിട്ട് തോന്നി. ഞാൻ അത്രത്തോളം ചിരിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സായിട്ട്. അവർ അത്ര ഇതിനകത്തുള്ള ഇതൊരു റിവെഞ്ച് സ്റ്റോറിയും കൂടിയാണ്. അപ്പോൾ ആ റിവെഞ്ചൊക്കെ നമുക്ക് തോന്നിപ്പോകും, ഇവിടെ അടിക്കടാ കൊല്ലടാന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ. ആ ലെവലിൽ ഭയങ്കര ഇമോഷണൽ കണക്ട് തോന്നിയൊരു സിനിമയാണ്. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇമോഷണൽ കണക്ട് തോന്നിയൊരു പടമെന്ന് പറയേണ്ടി വരും. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഈ മാർച്ച് തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു ഗംഭീര പടം എനിക്ക് രാവിലെ തന്നെ കാണാൻ പറ്റിയതിൽ അതിഗംഭീരമായിട്ടുള്ളൊരു സിനിമ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്താണ്, എനിക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം ഒന്നും അറിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറയണം. ഞാൻ ആർമാദിച്ച് എൻജോയ് ചെയ്ത ശരിക്കും അനുഭവിച്ച ഒരു പടമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെപ്പോലെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് നല്ലപോലെ ആ ഒരു ഫീലിംഗ് എന്താണെന്നുള്ള അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ കാണണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം അത്രയും നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ഈ സിനിമയിൽ നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും സിനിമ മുഴുവനാക്കിയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒരാൾ പോലും ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല കേട്ടോ. എല്ലാവരും ഫുള്ള് എന്താണ് ഫസ്റ്റ് ഹാഫിലൊന്നും ആരും ഇറങ്ങിപ്പോയില്ല, സെക്കൻഡ് ഹാഫിലും ആരും ഇറങ്ങിപ്പോയില്ല. എല്ലാവരും മൊത്തം കണ്ടു തീർത്തിട്ടാണ് പോയത്. അത്രയും രസമായിരുന്നു ഈ സിനിമ കണ്ടിരിക്കാൻ. അപ്പോൾ പിന്നെ അതുപോലെ ഇതിനകത്ത് കുറച്ച് മൈന്യൂട്ട് ചില സംഭവങ്ങളുണ്ട്. അതായത് സ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസ് ഒക്കെ, അതൊക്കെ എനിക്കത് ബോൾട്ട് ക്യാമറയൊക്കെ വെച്ച് കുറേ സീക്വൻസസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഇന്നേ വരെ ഞാൻ ഇത്രയും കിടിലായിട്ട് ബോൾട്ട് ക്യാമറ വെച്ച് കുറച്ച് ഷോട്ട് എടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ ഈ വരും മലയാള സിനിമകളിലൊക്കെ നിങ്ങളത് ഇതിനകത്ത് നിന്ന് റെഫറൻസ് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര രസമായിട്ടാണ് ബോൾട്ട് ക്യാമറ വെച്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ബഡ്ജറ്റ് ചെയ്ത പടമാണെന്ന് മനസ്സിലായി. കാരണം സെറ്റൊക്കെ ഗ്രാൻഡ് സെറ്റായിരുന്നു, നല്ല ബഡ്ജറ്റ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് പല ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു ആക്ട്രസ് ഉണ്ട്, ആള് എനിക്ക് തോന്നുന്നത് ഹിന്ദിയിലും തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ്സാണ്. കിടിലൻ പോലീസ് റോൾ എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് പോലീസ് റോൾ ചെയ്യുന്ന മേജർ രവി സാറിനേക്കാളും അന്യായ ഒരു ആക്ടിങ് ആയിട്ട് എനിക്ക് ഈ ഒരു നടീനെ ഫീൽ ചെയ്യുന്നത്. നടി ഭയങ്കര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് ഹാറ്റ്സ് ഓഫ്, കിടിലൻ അഭിനയം. ഇനിയും ഒരുപാട് റോളുകൾ മിക്കവാറും നടിക്ക് കിട്ടുന്നതായിരിക്കും. കാരണം അത്ര രസമായിട്ട് നടി പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും
എല്ലാവരും ഹാപ്പി ആയിരുന്നു. പടം കണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗംഭീര പടങ്ങളൊക്കെ ആയിട്ട് ബാന്ദ്ര പോലെ ഇതൊക്കെ പോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സിനിമകളൊക്കെ ആയിട്ട് ഇനിയും വരണം എന്നാണ് എൻ്റെയും അഭിപ്രായം. മലയാള സിനിമയ്ക്ക് ഇതുപോലെ നല്ല പൊൻതൂവലായി മാറുന്ന അടിപൊളി സിനിമകൾ ഇനി ഇറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും വരും കാലങ്ങളിലുള്ള എല്ലാ സിനിമയും ഞാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും അത് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും മലയാള സിനിമ നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യാതെ വേറെ എങ്ങനെയാണ്? അപ്പോൾ നമ്മളത് തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ OTT-യിലൊന്നും മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്. എപ്പോഴും തിയേറ്റർ ഇസ് ബെസ്റ്റ്, ഫിലിം ഇസ് ബെസ്റ്റ് എൻജോയ്ഡ് ഇൻ തിയേറ്റർ എന്നാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി ഇത് അനുഭവിച്ചറിയണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണത മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ വന്ന് എന്തൊക്കെ പറഞ്ഞാലും അത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം പോയി തിയേറ്ററിൽ കണ്ടാലേ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ചിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കിടിലം പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് നാളെ വേറെ വീഡിയോ ഇട്ടാണ്. ഇന്ന് എനിക്ക് വേറെ സിനിമയും കാണാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഇട്ടേക്കാം. പറ്റിയാൽ ഇന്നിപ്പോൾ ഈ സിനിമ കണ്ടേക്കണോണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഫീലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കണത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുള്ളൂ. ഈ ഫീലൊന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിങ്ങനെ കിടക്കണതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു സിനിമക്ക് പോകാൻ ചാൻസ് ഉള്ളു. ചിലപ്പോൾ വരികയാണെങ്കിൽ എന്തായാലും ചാനലിൽ വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും ഐ ലവ് ദിസ് മൂവി. അത്രേ ഉള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളത്. പിന്നെ സിനിമ കണ്ടവർ മാത്രം അഭിപ്രായം ഇടാൻ പാടുള്ളൂ. അങ്ങനെ വേണം. അല്ലാതെ സിനിമ കാണാതെ അഭിപ്രായം പറയാൻ പാടില്ല. ഞാൻ സിനിമ കണ്ടിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ട് അത് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് അഭിപ്രായം പറയുന്നവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അല്ലാത്തവരൊന്നും കമൻറ്റ് ചെയ്യില്ല. നല്ല രീതിയിൽ മലയാള സിനിമയെല്ലാം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നതാണ്. ഇത് സിനിമ കണ്ടവർ മാത്രം കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ അഭിപ്രായങ്ങളൊന്നും ഇടരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. ബൈ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ വേറെ പടം കാണാൻ പോകണമെങ്കിൽ എനിക്ക് എന്തായാലും വീഡിയോ വരും കേട്ടോ. ഓക്കെ, ടാറ്റാ.